ഹേ ഗായ്സ്, നമ്മളിന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ആരാ എന്താന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് സ്പെഷ്യൽ വണ്ണാണ്. ഏറെക്കുറെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ രണ്ടാളുടെ ഇടയിൽ വേറൊരാൾ ഉണ്ടാവാറുണ്ട് എപ്പോഴും, മൂന്നാമത്തെ ഒരാൾ. ആ ആളെ കൂട്ടാൻ വേണ്ടി പോവാണ്. കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു. അർജന്റായിട്ടൊരു കാര്യമുണ്ട്, അത് നടത്താൻ വേണ്ടിട്ട് വരികയാണ്. അതെന്താ ഏതാ എന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം. അതെ എല്ലാം വഴിയെ പാക്കലാം ഗൈസ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ കുറച്ച് എനിക്ക് നോക്കിപ്പോയി, കുറച്ച് ലേറ്റ് ആയി. പറഞ്ഞ ടൈമിനോ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വേഗത്തിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ എത്തിട്ടോ ഗൈസ്. ഏട്ടനാണ് ലേറ്റ് ആയത്. അതെ കേട്ടില്ല. നീ സുന്ദരി അല്ലടി. അതെ ഗൈസ്, എന്നെ കൊണ്ട് ഭീഷണിച്ച് പറയിപ്പിച്ചാലോ? അല്ല ഗൈസ്, അതിന്റെ മുന്നേ പറഞ്ഞതാണ് ഗൈസ്. എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചാണ് ഗൈസ്. അല്ല ഗൈസ്, ആണോ ഗൈസ്? അല്ല ഗൈസ്, അല്ല. അങ്ങനെ ഒരു പെൺകുട്ടി ഭീഷണിപ്പെടുത്തി പറയാൻ പറ്റിയ ഒരു ആൺകുട്ടി. ചില പെൺകുട്ടികൾ ഭീഷണിപ്പെടുത്തി നമ്മൾ ഭീഷണിപ്പെടുത്തി കീഴടങ്ങി പറമ്പൊരു ചേട്ടാ. നമ്മുടെ എയർപോർട്ടിന്റെ പുറത്ത് ഒരു ചായ കുടിക്കണം. 9 മണിയാണ് അവൻ പറഞ്ഞത്. 8:53. 9:30 പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാർപ്പ് ടൈമിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ചായ. ഇവള് രാവിലെ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞ കച്ചറയാണ്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ചായ വാങ്ങിച്ചു കൊടുത്തുതരാം. കഴിച്ചില്ല. ഞാൻ വന്നിട്ട് കഴിക്കുള്ളൂ. എനിക്ക് സ്നേഹമുള്ളതാണ്, അവളെ പോലെയല്ല. ഏട്ടൻ എത്താൻ ഇനി ഒരു അരമണിക്കൂർ, പുറത്തിറങ്ങാൻ ഇനി ഒരു അരമണിക്കൂർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഇവക്ക് ചപ്പാത്തിയും ബാജിയും വേണമെന്ന് പറഞ്ഞിട്ട്, ചപ്പാത്തി അല്ലല്ലേ, പൂരി കാണാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ ഗൈസ്, രാവിലെ തന്നെ പൊറാട്ടയും ബീഫും വലിയാണ്. സമയത്ത് 7 മണി അല്ലേ? ഇതൊക്കെ എങ്ങനെയാ രാവിലെ എങ്ങനെ തിന്നാനാന്ന്? 9 മണിയായിരുന്നു. ഇപ്പം എത്ര പൊറാട്ട? 10 രൂപ. പൂരി കിട്ടാത്തതുകൊണ്ട് തൽക്കാലം പൊറാട്ടയും ബീഫും ആക്കിയിട്ടുണ്ട്. എനക്ക് കണ്ടില്ലേ, എനക്ക് ഇതൊക്കെയാണല്ലോ. ഒക്കെ പൊറാട്ടയും ബീഫും. രാവിലെ തന്നെ എങ്ങനെയാ ഇതൊക്കെ തിന്നു? ഈ ഇതാരാ ഗൈസ് വെട്ടി വിഴുങ്ങുന്നത്? ഞാൻ വാങ്ങിയത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് ഇപ്പം ഇതാ വാങ്ങി കഴിക്കുന്നു. ഇത് കണ്ടിട്ട്, ബീഫ് കണ്ടിട്ട് ഇതൊന്നും കഴിക്കാൻ പാടില്ല ഗൈസ്. മൈദയാണ്, മൈദ. അതെ ഗൈസ്, ഇത് നോക്കൂ. ഞാൻ തിന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് വാങ്ങിയിട്ടുള്ളതാണ്. എങ്ങനെ ഇങ്ങനെ രാവിലെ ഇതിങ്ങനെ കഴിക്കാൻ പറ്റുന്ന? എങ്ങനെ പറ്റുന്ന? രാവിലെ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ പൊറോട്ട അങ്ങനെ എടുക്കുക, ബീഫിനകത്ത് മുക്കിയിട്ട്. എൻ്റെ ബീഫിൻ്റെ പീസാണ് കൈസ കഴിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് രാവിലെ അങ്ങനെ വൈകുന്നേരം രാത്രി വരുമ്പോൾ കഴിക്കുക. മനസ്സിലായില്ലേ? കൊതി കാരണം. മട്ടപ്പയിലെ വേലത്തേര് ഞങ്ങൾ തളർന്നു ഗൈസ്. 1.5 മണിക്കൂറായി ഗൈസ് ഇവിടെ വന്നിട്ട്. 1.5 മണിക്കൂറായി ഗൈസ്. ഭയങ്കര വെയിലാ, പൊരിഞ്ഞു പോയി. അതിനകത്തപ്പോൾ വിളിച്ചിട്ടുണ്ട്. നമ്മളത് ഏട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാട്ടോ. എൻ്റെ ഒരു ഗതികേട് ഗൈസ്. അങ്ങനെ ഇതാ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്.
നമ്മളിതാ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ചിന്തനെ കൂട്ടണം നേരെ. എവിടെയാന്ന് പോലും ഉള്ളത്? എവിടെയാണുള്ളത്? ഹേ ഗായ്സ്, നമ്മൾ ചുള്ളൻ വന്നിരിക്കുന്നു. കട്ടിപ്പണ്ടിക്ക് വണ്ടിക്കുള്ള ഷൂട്ടിംഗ് ആണല്ലോ. യെസ് യാ. രണ്ട് ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് പറ്റി രമണ? ഇന്നലെ ഉച്ചക്ക് കുളിച്ചിന് രാവിലെ പണി കളി വിളിക്കാത്ത പ്രശ്നം എപ്പോഴേലും വിളിച്ചിട്ട് മനുഷ്യന്മാരായാലേ ഇല്ലാത്ത സ്ഥലമാട്ടോ. അത് എന്താ അറിയോ, ഈ ഇന്നലെ കഴിച്ചില്ല എല്ലാ പ്രാവശ്യവും വരവുണ്ട്. അതെ, ഒരു സർപ്രൈസ് ഉണ്ട് കേസ്. പ്രേക്ഷകർക്ക് സർപ്രൈസ് ആണ്. എല്ലാ പൈസയും മേടിച്ച് അതെ 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 60 ദിവസം ഞങ്ങളെ കേട്ടല്ല. കല്യാണം കഴിക്കാൻ, ചെറിയൊരു കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാ. കുറച്ച് ദിവസത്തെ ലീവിന്. ഇന്ന് പറയൂ, പിന്നെ 3 കൊല്ലം കഴിയും പോവാൻ. ഹേ ഗൈസ്, അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം 2 സുഹൃത്തുക്കളും ഒന്നായിരിക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ പോവാ. തമ്പനും തുമ്പനും ഒന്നായിരിക്കുന്നു ഗൈസ്. എനിക്ക് സ്ട്രെങ്ത് വന്ന് ഗായ്സ്, അങ്ങനെ വന്ന് ഗായ്സ്. നിങ്ങൾ എന്നെ പറയുമ്പോ സൂക്ഷ്യം കണ്ട് പറയണം കേട്ടാ. നോക്ക് നോക്ക്, ആന്നില്ല. ആങ്ങള എന്നും ആങ്ങളെയാ. ഇതുവരെ മാറിയിക്കില്ല. ഇത്ര കാലമായിരിക്കും മാറിയിക്കില്ല. ഗൈസ്, അങ്ങനെ ഇതാ നമ്മളെ ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. അവിടെ അങ്ങനെ ആർക്കും അറിയില്ല ഇന്ന് വരുന്നുള്ളത്, നാളെ വരുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിവിടെ എത്താനായി. ഹേ ഗൈസ്, അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ശിവാനിയെ മാമന്റെ മാമി
വലിയ